ഒരു വീടിൻ്റെ മുറ്റത്ത് ഷീറ്റ് വർക്ക് ചെയ്യുന്നതാണ് നമ്മുടെ ഈ വീഡിയോ. ഇതിൻ്റെ വീടിൻ്റെ ഷേപ്പ് ഇങ്ങനെയാണ് വരുന്നത്. പോർച്ചിൻ്റെ ഭാഗം ഇതുപോലെ പൊങ്ങി നിൽക്കുന്നുണ്ട്. നമ്മളിത് മൊത്തത്തിൽ ഒഴിവാക്കി കുറച്ച് ഹൈറ്റിൽ ഒറ്റ ലെവലിൽ തന്നെ ഷീറ്റ് ഇടാൻ വേണ്ടിയിട്ടാണ്. കട്ടിങ്ങിൻ്റെ ആ ലെവലിൽ കൊടുക്കുമ്പോൾ ഹൈറ്റിൻ്റെ ഒരു പ്രശ്നം വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ തന്നെ നമ്മൾ മുകളിലെ ഭാഗം കംപ്ലീറ്റ് റൂഫിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി താഴെ ഭാഗം കൂടെ ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ കഴുക്കോലൊക്കെ വരുന്നത് 3.5 ആണ്. മെറ്റീരിയലൊക്കെ നമ്മൾ സൈറ്റിൽ ഇറക്കിയിട്ടുണ്ട്. ഫുൾ പണി തുടങ്ങിയിട്ടുണ്ട്. മുകളിലേതും ഇതുപോലെ ചെയ്യാൻ വേണ്ടി ഫ്രെയിം അടിച്ച് വെച്ചിട്ടുണ്ട്. കുറച്ച് വർക്കിൻ്റെ തിരക്ക് കാരണവും അതുപോലെ തന്നെ നമ്മുടെ വീഡിയോകളൊക്കെ ഫോൺ കംപ്ലൈൻ്റ് ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഗ്യാപ്പ് കൊണ്ടാണ്, നമുക്ക് അങ്ങനെയൊക്കെ പ്രശ്നം വരുന്നതുകൊണ്ടാണ് വീഡിയോയ്ക്ക് ഒരു ഗ്യാപ്പ് വന്നത്. നമ്മൾ പരമാവധി അടുപ്പിച്ച് തന്നെ വീഡിയോ ഇടാൻ ശ്രമിക്കുന്നതാണ്, എപ്പോഴും പറയുന്നതാണ്. ഇത് ഓരോരോ പ്രശ്നങ്ങൾ കൊണ്ട് നമുക്കത് തിരക്കും കാര്യങ്ങളൊക്കെ കൊണ്ട് പറ്റാത്തതുകൊണ്ടാണ് പരമാവധി നമ്മൾ ശ്രമിക്കുന്നത്. അതുപോലെ ഭിത്തിക്ക് ഇതിൻ്റെ സൈഡ് കെട്ടി തിരിച്ചതിൻ്റെ മുകളിൽ പ്ലേറ്റ് വെച്ചിട്ടാണ്, 4.4-ൻ്റെ ഹോൾ പ്ലേറ്റ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ തൂണ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. തൂണ് വരുന്നത് 2 ഇഞ്ച് GI പൈപ്പാണ്. ഇതിൻ്റെ മുകളിൽ 3.5 ബീമും വെക്കുന്നുണ്ട്. ഇതിൻ്റെ പാത്തിയൊക്കെ വരുന്നത് യൂറോഗാർഡിൻ്റെ സ്ക്വയർ പാത്തിയാണ് വരുന്നത്. നമ്മൾ വൈറ്റ് കളർ പാത്തിയാണ് ഇവിടെ വെക്കുന്നത്. ഇതാകുമ്പോൾ അത്യാവശ്യം മുറ്റത്തിൻ്റെ ഹൈറ്റ് കിട്ടുന്നുണ്ട്. സാധാരണ നമുക്ക് ഇത്ര ഹൈറ്റ് കിട്ടാനുള്ള സാധ്യത പോർച്ചിൻ്റെ ലെവലിൽ എടുത്തു കഴിഞ്ഞാൽ ഇല്ല. മെയിൻ വാർപ്പിൻ്റെ അടിയിൽ നിന്ന് എടുത്താൽ നമുക്ക് കിട്ടാൻ സാധ്യതയില്ല. ഈ ചാരുപടിയൊക്കെ വരുന്നതിൻ്റെ അടിഭാഗത്ത് നിന്ന് എടുത്താൽ മാത്രമേ ഇത്രയും ഫുൾ ഹൈറ്റിൽ കിട്ടുകയുള്ളൂ. അതുകൊണ്ട് ആ ചാരുപടി വരുന്ന വാർപ്പിൻ്റെ മുകൾ ഭാഗത്തായിട്ട് 4.2-ൻ്റെ ഹോൾ പ്ലേറ്റ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. SS-ൻ്റെ വർക്കൊക്കെ നമ്മൾ തന്നെ ചെയ്തിട്ടുള്ളതാണ്. ഫുൾ ഒറ്റ ലെവലിൽ കിട്ടുന്ന രീതിയിൽ നമ്മൾ ആദ്യം തന്നെ ഒന്ന് ലെവൽ നോക്കിയിട്ടാണ്, പോർച്ചിൻ്റെ മുകളിൽ ആ ഒരു കട്ടിങ് വരുന്നുണ്ട്, അതിന് കണക്കായിട്ട് കിട്ടുന്ന രീതിയിൽ ലെവൽ നോക്കിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇതാകുമ്പം ഏകദേശം കസ്റ്റമർ പറഞ്ഞിട്ടുള്ള രീതിയിൽ മുറ്റമൊക്കെ കവറാവുകയും ചെയ്യും. അപ്പോൾ അതിൻ്റെ ഈ ഒരു ലെവലിൽ മൊത്തം സെറ്റാക്കിയിട്ടുണ്ട്. ഇനി പട്ടിക അടിക്കാനുണ്ട്, ഷീറ്റ് ഇടാനുണ്ട്. ഒരു കഴുക്കോൽ കുറച്ച് തള്ളിയിട്ട് ബീം വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അത് പുറത്തേക്ക് കഴുക്കോൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ്, ഷീറ്റും പുറത്തേക്ക് നിൽക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇപ്പം നമ്മൾ ഏകദേശം പട്ടികയൊക്കെ കയറ്റിയിട്ടുണ്ട്. ജോയിൻ്റ് നമ്മൾ ടോപ്പിൽ തന്നെ വെച്ച് അടിക്കുകയാണ് ചെയ്തത്. താഴെ നിന്ന് അടിച്ചെല്ലാം കൂടെ കയറ്റൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഇവിടെ തന്നെ വെച്ച് സ്പോട്ട് അടിച്ച് ജോയിൻ്റ് ചെയ്യുകയാണ് ചെയ്തത്. അങ്ങനെ വലിയ ലെങ്ത്ത് വീഡിയോ ഒന്നും നമ്മൾ എടുത്തിട്ടില്ല, ചെറിയൊരു വീഡിയോ മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പാത്തി നമ്മൾ ക്ലാമ്പ് താഴെ തന്നെ വെച്ചിട്ടാണ് കയറ്റാറുള്ളത്. മുകളിൽ നിന്ന് ചെയ്യൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ പാത്തി യൂറോഗാർഡിൻ്റെ പാത്തിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. 6 ഇഞ്ച് സ്ക്വയർ പാത്തിയാണ്, വൈറ്റ് കളറാണ് പാത്തി എടുത്തിട്ടുള്ളത്. കുറച്ച് ഗ്രേ കളറിനേക്കാളൊക്കെ കുറച്ചുകൂടെ ബെറ്റർ വരുന്നത് നമുക്ക് വൈറ്റ് കളറാണ്. പെട്ടെന്ന് ബെൻഡാവാനുള്ള സാധ്യതയൊക്കെ കുറവാണ്. നല്ല മഴയുണ്ടായിരുന്നു. നമ്മൾ മഴയുടെ ടൈമിൽ തന്നെയാണ് ഷീറ്റും കൂടെ ഇട്ടത്. കോട്ടിട്ടിട്ട് ഷീറ്റ് ഇടുകയാണ് ചെയ്തത്. നമ്മൾ ഒരു 12 വാൾട്ടിൻ്റെ മെഷീൻ ഉണ്ടായിരുന്നു, സെൽഫ് ബാറ്ററിയുടെ. അത് വെച്ചിട്ടാണ്
നമ്മൾ ചെയ്തിട്ടുള്ളത്, സ്ക്രൂ അടിച്ചിട്ടുള്ളത്. കറണ്ടിൻ്റെത് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ ഷോക്ക് അടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത്രയും നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ വീഡിയോ. എന്താ ഷീറ്റ് നമ്മളിങ്ങനെ ഒരു ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഇട്ട് വരുവാണ് ചെയ്തിട്ടുള്ളത്. അതിപ്പോൾ ആദ്യം നമ്മൾ മഴ ആയതുകൊണ്ട് തന്നെ രണ്ടറ്റം സ്ക്രൂ ചെയ്ത് അങ്ങനെ വിടാമെന്ന് വെച്ചത്. പിന്നീട് നമ്മൾ നല്ല സ്പീഡിൽ തന്നെ നമ്മുടെ ഈ 12 വോൾട്ടിൻ്റെ ഇത് വെച്ചിട്ട് തന്നെ സ്ക്രൂ കയറുന്നുണ്ട്, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അത് വെച്ചിട്ട് അങ്ങ് ചെയ്യുകയാണ് ചെയ്തത്.